യേശുവിലുള്ള വിശ്വാസം നമുക്കുണ്ടോ? യേശുവിനെ വിശ്വസിക്കുക. ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും യേശുവിനെ വിശ്വസിക്കുക. ആപത്തിലും അനർത്ഥങ്ങളിലും യേശുവിനെ വിശ്വസിക്കുക. രോഗത്തിലും ദുഃഖത്തിലും യേശുവിനെ വിശ്വസിക്കുക. യേശു അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ യേശു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വിശ്വസിക്കുക. പ്രിയമുള്ളവർ, യേശു എൻ്റെ അരികത്തുണ്ടെന്ന് വിശ്വസിക്കുക. നമ്മൾ ക്രിസ്മസിനൊക്കെ ചിന്തിച്ചു, അവൻ ഇമ്മാനുവേൽ അല്ലേ? ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. യേശു നമ്മുടെ കൂടെ ഉണ്ടോ? കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഊട്ടി ഉറപ്പിക്കുക. മാലാഖ പറയുന്നു, യേശു കർത്താവ് പറയുന്നു സ്വർഗാരോഹണത്തിന് മുമ്പ്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. കണ്ടോ? യേശു നമ്മുടെ കൂടെ ഉണ്ട്. യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൈപൊക്കാം. യേശു എൻ്റെ കൂടെ ഉണ്ട്. യേശു എൻ്റെ അരികത്തുണ്ട്. യേശു എൻ്റെ മുമ്പിലുണ്ട്. യേശു എൻ്റെ പിറകിലുണ്ട് എന്നെ സംരക്ഷിക്കുവാൻ. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഇപ്രകാരം ധൈര്യത്തോടെ പറഞ്ഞത്, കൂരിരുൾ താഴ്വിൽ നടക്കേണ്ടി വന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അവൻ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. വിശുദ്ധ കുർബാനയിൽ എന്നെ ഏറെ ആകർഷിക്കുന്ന, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. മുഖ്യാചാര്യൻ അല്ലെങ്കിൽ പട്ടക്കാരൻ വിശുദ്ധ കുർബാനയുടെ അവസാന ഘട്ടത്തിൽ കാസയും പീലാസയും കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നിർവഹിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അത് എപ്പോഴാണെന്ന്? അവസാന ഘട്ടത്തിൽ കാസയും പീലാസയുമാകുന്ന തിരിശരി രക്തങ്ങൾ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് പട്ടക്കാരൻ ചൊല്ലും. എന്താ ചൊല്ലുന്നറിയാമോ? കരുണയോടെ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. അപ്പൊ ജനം എന്തു പറയും? ആമേൻ എന്ന് പറഞ്ഞേ, ആമേൻ പറയും. ശരിയാച്ചോ? അച്ഛൻ പറഞ്ഞ കറക്റ്റാന്ന് പറയും അല്ലേ? രണ്ടാമത് അച്ഛൻ പറയും, തൻ്റെ കഷ്ടാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ. ജനമെല്ലാം പറയും, ശരിയാച്ചോ, ഞങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്ത കുർബാന വരെയും എൻ്റെ മക്കളെ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് എന്ന് തറപ്പിച്ച് അത് വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് മുഖ്യാചാര്യൻ. മൂന്നാമതും പറയും, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കുർബാന തീർന്നു അല്ലേ? പിന്നെ കൊക്കിരിവാന. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാവും. എൻ്റെ കർത്താവ്, ഫെയ്ത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ് അല്ലേ? കർത്താവ് എൻ്റെ അരികിലുണ്ട്. എന്നെ താങ്ങുവാനും തലോടുവാനും എന്നെ സഹായിപ്പാനും യേശുവുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ചിന്തകൻ പറയുകയുണ്ടായി, അതിപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് 3 രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന് ഒരു ചിന്തകൻ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, വി ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ഫെയ്ത്ത് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവത്തിൽ എന്തോ വേണം? വിശ്വാസം വേണം. നമ്മുടെ ചിന്തയിൽ വിശ്വാസം വേണം. അതിന് ഉപോത്ബലകമായ തെളിവ് തരാം. രക്തസ്രവക്കാരി സ്ത്രീ, വിശുദ്ധ ബൈബിളിൽ രക്തസ്രവക്കാരി സ്ത്രീ, അവൾ ചിന്തിച്ചു, മനസ്സിൽ ധ്യാനിച്ചു, വിശ്വസിച്ചു. എന്താ വിശ്വാസം അറിയാവോ? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ വിശ്വസിച്ചു ഉറച്ചു. അവളുടെ മനോഭാവത്തിലുള്ള വിശ്വാസം.
ഏറിയ മുതലെല്ലാം വൈദ്യന്മാർ കൊടുത്തു, സൗഖ്യമായില്ല. കറുത്ത് കരിവാളിച്ചവളായി മാറി. രക്തമെല്ലാം മാർന്നു പോകുമ്പോൾ സൗന്ദര്യം പോകും. എനിക്ക് കഴിഞ്ഞിടെ പരിമല പാലിയേറ്റീവ് ഞാൻ കടന്നു ചെന്നപ്പോൾ ഞാൻ ആ ക്യാൻസർ രോഗികളെയൊക്കെ കണ്ടു. ഞാൻ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു. ഒരു പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു, തീരെ മെലിഞ്ഞ ഒരു സ്ത്രീ. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്നോട് പറയുകയാണ്, അച്ചോ ഞാൻ നല്ല സുന്ദരിയായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, തലമുടിയൊന്നുമില്ല. എനിക്ക് എത്ര വയസ്സ് തോന്നിക്കും അച്ഛന്ന് പറ? ഞാൻ പറഞ്ഞൊരു 65 വയസ്സ് തോന്നിക്കും. അല്ല, എനിക്ക് 48 വയസ്സേ ഉള്ള അച്ചോ. പ്രാകൃതയായി, വിരൂപയായി, രക്തമെല്ലാം പോയി, ബ്ലഡ് ക്യാൻസറാണ്. പ്രിയമുള്ളവരെ, വിരൂപയായി തീർന്ന ഒരു സ്ത്രീ, രക്തസ്രവക്കാരി സ്ത്രീ. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ സൗന്ദര്യം ഒന്നും പോയില്ല. കാരണം ദൈവം പുറമേ ഉള്ളതല്ല നോക്കുന്നത്, അകമേ നിങ്ങൾ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ രോഗം വന്നതോടുകൂടെ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിച്ചിരിക്കുക. കാരണം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ജീവകിരീടം കിട്ടും. സൗന്ദര്യമായി ആശ്വസിപ്പിച്ച് ചാഞ്ഞു പോന്നു. ഈ രക്തസ്രവക്കാരി സ്ത്രീ, അവൾ തൻ്റെ മനോഭാവത്തിൽ വിശ്വസിച്ചു. യേശുവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം അനിവാര്യമാണ്. രണ്ടാമതായിട്ട് ആ ചിന്തകൻ പറയാണ്, we should demonstrate faith in our action. നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണിക്കണം വിശ്വാസം ഉണ്ടോ ഇല്ലയോ. സ്ഥിരമായി പള്ളിയിൽ പോകണം, കുർബാനക്രമം എടുക്കണം, കുരിശു വരയ്ക്കണം, പ്രാർത്ഥിക്കണം, തൊഴുകൈകളോടെ നിൽക്കണം. മാലാഖയെ പോലെ നിൽക്കുന്ന ഈ വിശ്വാസി വഴിയിലിറങ്ങിയും വീട്ടിൽ ചെന്നും മാലാഖയായി മാറണം, അല്ലേ? ഈ ഒരാൾ പറയുകയാണ്, വീട്ടിൽ ഡെവിൾ, പള്ളിയിൽ ഏഞ്ചൽ, അല്ലേ? പള്ളി ചെല്ലുമ്പം ഭക്തയാണ്, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ തനി സ്വഭാവം കാണുവാൻ കഴിയും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ യേശുവിനെ ഉയർത്തി കാണിക്കണം. പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കണം. ഈ രക്തസ്രവക്കാരി സ്ത്രീ, അവൾ തൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിച്ചു. അവൾ ഓടി യേശുവിൻ്റെ അരികിൽ ചെന്നു, പുരുഷാരത്തെ തള്ളി മാറ്റി, ശിഷ്യഗണത്തെ ചികഞ്ഞു മാറ്റി, അവൾ ഊളിയിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലി തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. യേശു ചോദിച്ചു, എന്നെ തൊട്ടതാർ? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എന്തൊരു ചോദ്യം ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ തൊട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു കാണും, ഒരു കാര്യവും ഇല്ല. കാരണം ഇടിച്ചു നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, വിശ്വാസത്തോടെ തൊടണം. സ്ഥാനമാനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി നാം കാണുന്നത് അല്ല. തൊടണം, വിശ്വാസത്തെ തൊടണം, ഭാവന കണ്ട് പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം, അല്ലേ? മൂന്നാമതായിട്ട് ആ ചിന്തകൻ പറയുന്നു, we should demonstrate faith in our conversation. നമ്മുടെ സംഭാഷണങ്ങൾ എന്താ വേണം? യേശുവിനെ ഉയർത്തി കാണിക്കണം, കർത്താവിനെ ഉയർത്തി കാണിക്കണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. പറയാറുണ്ടോ? മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന വാക്കുകൾ പറയണം. കൊതിന്നുണയല്ല, കുറ്റവും കുറ്റാരോപണവുമല്ല. നമ്മൾ പറയേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. രോഗി പറയണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ വാക്കിന് വിലയുണ്ട് പ്രിയമുള്ളവരെ. ഇത് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല. യോവേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്നെടുക്കാം, യോവേൽ 3:10. യോവേൽ 3:10 ആദ്യമായി.
യോവേൽ 3:10 ഇല്ലയോ? യോവേൽ 3:10 നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടുപ്പീൻ. ഇനിയും അത് വിട്ടാരെ. ഇനി അടുത്ത വായന. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. കണ്ടോ? യഹോവയാം ദൈവം യോവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. ദുർബലൻ എന്ന് വെച്ചാൽ ആരാ? ബലമുള്ളവൻ അല്ലേ? ആണോ? അല്ല. ദുർബലൻ, ബലഹീനൻ പറയട്ടെ താൻ ബലവാനാണെന്ന്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ മനസ്സിലാവും. ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്. ബലഹീനൻ പറയട്ടെ താൻ ബലവാനെന്ന്. വിശ്വാസത്തിന്റെ വാക്കുകളാ. അങ്ങനെയെങ്കിൽ രോഗി പറയട്ടെ എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നതുകൊണ്ട് ഞാൻ സുഖമുള്ളവനെന്ന്. അങ്ങനെയെങ്കിൽ ദരിദ്രാവസ്ഥയിൽ, കടഭാരത്തിൽ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടെ കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾ പറയട്ടെ ഞാൻ വിശ്വസിച്ച് ആരാധിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം ബഹുസമ്പന്നനാകയാൽ ഞാൻ സമ്പന്നനെന്ന്. വിശ്വാസത്തിന്റെ വാക്കുകളാ. അങ്ങനെയെങ്കിൽ പൈശാചിക ബന്ധനത്തിൽപ്പെട്ടുടലുന്ന മക്കൾ പറയട്ടെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്ത് ക്രൂശിൽ ജയോത്സവം ആചരിച്ചതിനാൽ ഞാൻ സ്വതന്ത്രനെന്ന്. അങ്ങനെയെങ്കിൽ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾ പറയട്ടെ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായതുകൊണ്ട് ഞാൻ ബുദ്ധിയുള്ളവനെന്ന്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. വിശ്വാസത്തിന്റെ വാക്കുകൾ ഇനിയും പറയണം. നെഗറ്റീവ് പറയരുത് കേട്ടോ. മാർക്ക് കുറഞ്ഞ് മോൻ കടന്നു വരുമ്പോൾ കഴുതെന്ന് വിളിക്കരുത്, മൊണ്ണയെന്ന് വിളിക്കരുത്. 10 പ്രാവശ്യം മൊണ്ണയെന്ന് വിളിച്ചാൽ മൊണ്ണയായി പോകും, കഴുതെന്ന് വിളിച്ചാൽ കഴുതിയായി പോകും. പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ കരം വെച്ച് പ്രാർത്ഥിക്കണം, മുട്ടുകുത്തണം, കണ്ണുനീരൊഴുക്കണം. ആ കുഞ്ഞിനെ ദൈവം വലിയവനാക്കും, സംശയമില്ല. എനിക്ക് കഴിഞ്ഞിടെ മർത്തോമ സഭയിലെ ഒരു ഉപദേശി എൻ്റെ സുഹൃത്താണ്. ആ ഉപദേശിയെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു ചാണ്ടിയെക്കുറിച്ച് അച്ഛനോട് പറയട്ടെ. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ച ആളാണ് ചാണ്ടി. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ചാണ്ടി എൻ്റെ കൂടെ പഠിച്ചു. അച്ചോ, ഒരു ദിവസം പള്ളിക്കൂടത്തിൽ വന്നാൽ ഒരാഴ്ച പള്ളിക്കൂടത്തിൽ വരത്തില്ല. കാരണം അസുഖമാണ്. ചെവി പഴുപ്പ്, മൂക്കളെ ഒലിപ്പിച്ച്, കാലിൽ ചൊറി പിടിച്ച് അവൻ അങ്ങനെ വന്നിരിക്കും. മൊണ്ടയാച്ചോ, ഒരു വക അറിയത്തുമില്ല. ഞങ്ങൾ അവനൊരു ഓമന പേര് വിട്ടു, മൂക്കളച്ചാണ്ടിയെന്ന്. പ്രിയമുള്ളവരെ, അവൻ ഞങ്ങളങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ കയറി വന്നു. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞിടെ തിരുവല്ല KSRT സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പ്രസംഗത്തിന് പോകാൻ നിൽക്കുമ്പോൾ ഒരു ഹൈടെക് കാർ വന്ന് എൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഒരു ഗ്ലാസ് പതുക്കെ തുറന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സുമുഖനായ മനുഷ്യൻ എന്നെ കൈ കാണിച്ചു, ഹായ് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. അവൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവൻ്റെ ഫാമിലിയുണ്ട്. അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായില്ലോടാ. ഇല്ല, ഞാൻ നിന്റെ പഴയ മൂക്കളച്ചാണ്ടിയാടാ. നീ ഇപ്പോൾ? ഞാൻ ഓസ്ട്രേലിയയിലാടാ, എൻ്റെ ഫാമിലി ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞത് കേട്ട് എൻ്റെ സ്നേഹിതൻ സന്തോഷിച്ചു. കാരണം അവനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവൻ വലിയവനായി മാറി. എങ്ങനെ ചോദിച്ചാൽ, അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ അമ്മ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. മൊണ്ണയായ ആ അനുഭവത്തിൽ നിന്നും അവനെ ബുദ്ധിമാനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അവൻ വലിയവനായി മാറി. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയണം.
ഭാവന കണ്ട് പറയണം. നമ്മുടെ വാക്കിന് വിലയുണ്ട്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാം പറയണം. യേശുവെ ഉയർത്തി കാണിക്കണം. ഞാൻ സെമിനാരിയിൽ പോകുന്ന സമയത്ത് എനിക്കറിയാവുന്ന 2 പെൺകുട്ടികളുണ്ട്. അരപ്പാവാടയും ഉടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയ 2 പെൺകുട്ടികൾ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത്. വഴിയോരത്ത് കുടില് കെട്ടി താമസിക്കുന്ന, ആക്രി പെറുക്കുന്ന 2 പെൺകുട്ടികൾ. ഒരാളിൻ്റെ പേര് മേരി, ഒരാളുടെ പേര് കനകം. ഈ 2 പെൺകുട്ടികളും മിടുക്കരാണ്. കുപ്പിയും പാട്ടയും ഒക്കെ പെറുക്കി ചാക്കിനകത്തിലാക്കിക്കൊണ്ട് വിറ്റ് അവർ ഉപജീവനം തേടുന്നു. അങ്ങനെ അവർ വളർന്നു വന്നു. ഈ കഴിഞ്ഞിടെ ഒരാളുടെ കല്യാണം കഴിഞ്ഞു. കനകത്തെ കെട്ടിയത് നവീൻ. അപ്പോൾ അങ്ങനെ നവീനെ ഞാൻ വല്ലപ്പോഴും എന്നെ വിളിക്കും. എൻ്റെ ഫോൺ നമ്പർ കിടപ്പുണ്ട്. വല്ലപ്പോഴും ഞാൻ അവരെ വിളിക്കും. എന്തെന്നറിയാമോ? ആക്രി പെറുക്കാൻ, വീട്ടിലെ ആക്രികളൊക്കെ കൊടുക്കുന്നവർക്കാണ്. അങ്ങനെ ഞാൻ വിളിച്ചു. പക്ഷെ അവർ 3 പേരും വന്നില്ല. നവീൻ വന്നു. നവീൻ വന്ന് സാധനങ്ങളൊക്കെ, അവൻ അക്ഷരം അറിയത്തില്ല, കണക്ക് കൂട്ടാൻ അറിയത്തില്ല. അവൻ എൻ്റെ കയ്യിലൊരു ബുക്കും പേനയും തരും. ത്രാസ് പിടിക്കും. 10 കിലോ എന്ന് പറയുമ്പോൾ, 10 കിലോ എന്ന് കാണുമ്പോൾ ഞാൻ എഴുതുന്ന എത്രയെന്നറിയാമോ? 8 കിലോ. കാരണം അവനത് കൊണ്ട് വിറ്റ് അവിടെ കുറവ് സംഭവിക്കരുത്. ടോട്ടലി 2300 രൂപ ഉണ്ടെങ്കിൽ ഞാൻ കുറേ പൈസ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഇത് വെച്ചോളാൻ പറയും. കാരണം അവൻ എൻ്റെ കയ്യിൽ നിന്നും സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടൊരു കുറവ് സംഭവിക്കരുത്. അങ്ങനെ 10,2500 രൂപയുടെ സാധനമൊക്കെ വാങ്ങിച്ചവൻ കെട്ടി അവിടെ വെച്ചു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കനകവും മേരിയൊക്കെ എന്തി? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ നവീൻ പറയുകയാണ്, അച്ചോ ഞങ്ങളൊരു വീട് വെച്ചു. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, വലിയ വീടാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? എൻ്റെ ചോദ്യം. അപ്പോൾ അവൻ പറഞ്ഞു കേൾക്കണോ, അച്ചോട് 2500 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. സാമാന്യം തരക്കേടില്ലാത്തൊരു വീടാണ്. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എൻ്റേത്, ഈ ആക്രിയൊക്കെ പെറുക്കി വിറ്റാണോ ഇത് വലിയ വീടുണ്ടാക്കിയത്? മണ്ടൻ ചോദ്യമാ. പക്ഷെ അതിന് അവൻ മറുപടി തന്നില്ല. അക്ഷരമറിയാൻ വയ്യാത്തവൻ, കണക്കറിയാൻ മേലാത്തവൻ. അവൻ സ്കൂളിൽ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ പോയിട്ടുള്ളൂ. പക്ഷേ അവൻ എന്നോട് സംസാരിച്ചത് പരിജ്ഞാനത്തോടുകൂടിയാ. അവൻ പറഞ്ഞു കേൾക്കണോ, അച്ചോ എൻ്റെ ഭാര്യ കനകവും എൻ്റെ ഭാര്യയുടെ സഹോദരി മേരിയും വെളുപ്പംകാലത്ത് 4 മണി സമയത്ത് എഴുന്നേൽക്കും. ഒരു പാവിരിച്ചിട്ടിട്ട് അവർ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഞങ്ങൾ കുടിലിൽ താമസിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാച്ചോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, ഞങ്ങളുടെ കർത്താവ് തന്നതാ ഈ ഭവനം. ഞാൻ സ്തബ്ധനായി പോയി. നാമൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉത്തരം കൊടുത്തേനെ? എന്നോട് സന്തോഷച്ചൻ ചോദിക്കുകയാണ്, അച്ഛൻ്റെ വീട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാ? അച്ചോ കുറച്ചൊക്കെ ലോൺ എടുത്തു, കുറച്ചൊക്കെ എൻ്റെ അമ്മാവൻ തന്നു, എൻ്റെ ബന്ധുക്കൾ സഹായിച്ചു, കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഒരു ചെറിയ എമൗണ്ട് ഞാൻ സമാഹരിച്ചിരുന്നു. അങ്ങനല്ലേ മറുപടി പറഞ്ഞു? ഇല്ല അച്ഛാ, അങ്ങനെ മറുപടി കൊടുക്കത്തുള്ളൂ. പക്ഷേ യേശുവിന് സ്ഥാനമില്ല അവിടെ. ഈ മനുഷ്യൻ പറയുകയാണ്, നവീൻ പറയുകയാണ്, അച്ചോ അവൻ ലോണിൻ്റെ കാര്യം പറഞ്ഞില്ല, സഹായിച്ച കാര്യം പറഞ്ഞില്ല. അവൻ പറഞ്ഞത്, അച്ചോ എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിയും മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തര ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മ. ചങ്കൂറ്റമുണ്ടോ പറയാൻ? യേശുവിനെ ഉയർത്തി കാണിക്കുക. അവൻ നമ്മളെ ഉയർത്തും. യേശുവിനെ ഉയർത്തി കാണിക്കുമ്പോൾ അവൻ നമ്മളെ ഉയർത്തി കാണിക്കും. യോഹന്നാൻ സ്നാപകൻ നദിയുടെ ഇക്കരെ നിന്നുകൊണ്ട് പറയുകയാണ്, അവൻ വളരണം, ഞാൻ കുറയണമെന്ന് പറഞ്ഞു. അക്കരെ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ മറ്റാരുമില്ല. അനുഗ്രഹം കിട്ടിയേ.
യോഹന്നാൻ പറഞ്ഞു അവൻ വളരണം, ഞാൻ കുറയണം. അപ്പോൾ യേശു പറയാണ് അവനാണ് വലിയവൻ. യോഹന്നാൻ സ്നാപകൻ വലിയവനാണ്. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഈ ലോക ജീവിതത്തിൽ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെ യേശുവെ ഉയർത്തി കാണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ നന്മകൾ അനുഭവിപ്പാൻ സാധിക്കും. ദൈവസമാധാനം പ്രാപിപ്പാൻ കഴിയും. യേശുവിനെ ഉയർത്തി കാണിക്കണം. ഒന്ന്, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആർക്കാണ് സമാധാനം? ആർക്കാ സമാധാനം? ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്തു ചെയ്യണം? വിശ്വസിക്കണം. എന്താ? യേശുവിൽ വിശ്വസിക്കണം. 2 നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഒരച്ചവനെ. തിരുക്കാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഒരച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി സമർപ്പിപ്പീൻ. കണ്ടോ, വിഷയം ദൈവപ്രസാദം. ഇവിടെ പറയുന്നു ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി തീർക്കുവീൻ. എന്താ? നമ്മുടെ ശരീരാത്മദേഹികൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കൈകാലുകൾ എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിനായി സമർപ്പിക്കണം. സമർപ്പണ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. നമ്മളെല്ലാ വർഷവും സമർപ്പിക്കും. നാളെ മറ്റന്നാൾ 31-ാം തീയതി വൈകിട്ട്, 1-ാം തീയതി അത് കാറ്റ് കൊണ്ടുപോകും. 31-ാം തീയതി വൈകിട്ട് ഒരു സമർപ്പണമുണ്ട്. ഇനി ഞാൻ നല്ലവനായി ജീവിക്കും. എൻ്റെ ഭാര്യയോട് ഞാൻ വഴക്ക് കൂടത്തില്ല, അവളെ അടിക്കത്തില്ല. പ്രിയമുള്ളവരെ, പിന്നെയും നമ്മൾ തെങ്ങേല് അല്ലേ, ശങ്കരം പിന്നെയും തെങ്ങേല്. നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം. എന്താ യഥാർത്ഥ സമർപ്പണം? ഞാൻ ഓർത്തുപോകുക ഒരു സംഭവം. ഈ സമർപ്പണം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു സംഭവം അത്. ആ സംഭവം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഞാൻ പട്ടവേറ്റ് 1-2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുവല്ലയ്ക്കടുത്ത് പൊടിയാടി നെടുമ്പ്രം ഹോസ്പിറ്റൽ ഞാൻ സന്ദർശിച്ചു. നെടുമ്പ്രം ഹോസ്പിറ്റൽ ഞാൻ കടന്നു ചെന്നത് എൻ്റെ ഉപ്പാപ്പനെ കാണാനാണ്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ കുടിയനായിരുന്നു. കുടിച്ച് അദ്ദേഹം ലിവറും പോയി, കിഡ്നിയും പോയി, എല്ലാം പോയി. മരിക്കാറായി കിടക്കുന്ന വേളയിൽ ഞാൻ കടന്നു ചെന്നു. അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, അച്ചോ, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ പണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു, എനിക്ക് കരം തന്നു, പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അതിസ്പീഡിൽ
ആ ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിലൂടെ നടന്നു വരുമ്പോൾ ഇടത്തും വലത്തുമൊക്കെ നോക്കുന്നുണ്ട്. ഒരു റൂമിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് കൗതുകമായി തോന്നി. കാരണം സിനിമാ സ്റ്റൈലൊരു മനുഷ്യൻ കിടക്കുന്നു. ദേഹമാസകലം പ്ലാസ്റ്റർ ഇട്ട് മുറുക്കി, സിനിമയിൽ കണ്ടിട്ടില്ലേ? കണ്ണും വായും കാണാം. ഒരു കാല് മേപ്പോട്ട്, ഒരു കൈ മേപ്പോട്ട്, അങ്ങനെ കിടക്കുക. ഞാൻ മുമ്പോട്ട് ആഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞ് ആ മുറിയുടെ വാതിക്കൽ ചെന്ന് ഞാൻ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിൽ പരം എന്തോ പറ്റാനാന്ന്. അച്ഛനിരിക്കാൻ നല്ല ഒരു അരോഗ ദൃഢഗാത്രൻ. ഞാൻ ചോദിച്ചു എന്നാ പേര്, എന്ത് സംഭവിച്ചു? അദ്ദേഹത്തോട് പറഞ്ഞു കേൾക്കണോ? അച്ഛോ, എൻ്റെ പേര് ഗീതാകൃഷ്ണൻ. ഞാൻ ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ക്രിസ്ത്യാനികളോട് എനിക്ക് തീരെ പുച്ഛമാണ്. ഞാൻ കഴിഞ്ഞ 24 വർഷക്കാലം ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് ആഗ്രഹമായി, കൗതുകമായി, ആവേശമായി, കേൾക്കാൻ ജിജ്ഞാസയായി. ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു? ഗൾഫിലോ കാനഡയിലോ വല്ലോ ആയിരുന്നു? അല്ല, ഞാൻ മുംബൈയിൽ അധോലോകത്തായിരുന്നു 12 വർഷം. അടുത്ത 12 വർഷം ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുമാതിരി കാര്യം പിടികിട്ടി. അച്ചോ, ഞാൻ ഒരാളെ കുത്തിക്കൊന്നു ലഹരിയുടെ അടിമത്തത്തിൽ. അന്ന് എനിക്ക് വധശിക്ഷയാണ് കിട്ടിയത്. വധശിക്ഷയും കാത്ത് ഞാൻ ജയിലിൽ കഴിയുമ്പോൾ ആരോ ഒരാൾ ഒരു ലഘുലേഖ എൻ്റെ മുറിയിലേക്ക് ഇട്ട് തന്നു. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എന്നെ സ്പർശിച്ച ഒരു വേദഭാഗം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്ക ലോകത്തെ സ്നേഹിച്ചു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ യേശുവിൻ്റെ മകനായി. അങ്ങനെ ഞാൻ കരിക്കൻവില്ല കൊലക്കേസിലെ റെനി ജോർജും മദ്രാസിലെ മോനുമായി പരിചയത്തിലായി. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ. എൻ്റെ പേര് ഗീതാകൃഷ്ണൻ. എന്നിട്ട് ഈ പരുവായത് എങ്ങനെ? ഞാൻ ചോദിച്ചു. അച്ചോ, ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങി, എനിക്ക് ജീവപര്യന്ത ശിക്ഷയായി. കറുത്ത ബൈൻഡിട്ട വിശുദ്ധ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് ഞാൻ നെടുമ്പുറത്തുള്ള എൻ്റെ വീട്ടിൽ ഞാൻ വന്നു. ക്ഷത്രിയ പാരമ്പര്യമുള്ള ആഠ്യത്വമുള്ള കുടുംബത്തിലെ എൻ്റെ പിതാവ്, അദ്ദേഹത്തിന് 12 മക്കളായിരുന്നു. 12ാമത്തേതായിരുന്നു ഞാൻ. അദ്ദേഹം എന്നെ വീട്ടിൽ കയറ്റാതെ എൻ്റെ കന്നത്തടിച്ചുകൊണ്ട് പറഞ്ഞു, 12ാമത്തെ അധ്യായം കീറിപ്പോയെന്ന്, ഇറങ്ങടാ പുറത്തെന്ന്. എൻ്റെ അപ്പനും സഹോദരങ്ങളോട് ചേർന്ന് നൽകിയ സമ്മാനമാണിത്. ഞാൻ ചോദിച്ചു, നിങ്ങളില്ലേ മുമ്പേ പറഞ്ഞത് അധോലോകത്തായിരുന്നു, ഏതാണ്ടൊക്കെ വലുതായിരുന്നെന്ന്? 2 കൊടുക്കാമായിരുന്നില്ലേ? എൻ്റെ ചോദ്യം. സമർപ്പണമാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം. അച്ചോ, ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ കരം എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ കൈകാലുകളെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ സമർപ്പിച്ചു. ഞാൻ അടി നിന്നുകൊണ്ടു. തലക്കടിയേക്കാതിരിക്കാൻ ഞാൻ തടുത്തു. 5, 6, 7 പേര് വന്നാലും അവരെ തടയാനുള്ള അഭ്യാസമുറകൾ എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല, യേശുവിന് വേണ്ടി. അതാണ് സമർപ്പണം. മനസ്സിലായോ? മനസ്സിലായോ? സമർപ്പണം മനസ്സിലായോ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിച്ച കൈ കൊണ്ട് പിന്നെങ്ങനെ പാപം ചെയ്യും? യേശുവിന് വേണ്ടി സമർപ്പിച്ച നാവ് കൊണ്ട് പിന്നെങ്ങനെ കുറ്റവും അതുപോലെ നുണയുമൊക്കെ പറയും? യേശുവിന് വേണ്ടി സമർപ്പിച്ച കണ്ണ്. ഈ യോബ് ഒരു ഉടമ്പടി ചെയ്തു കണ്ണുമായി. യഹോവേ, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. അദ്ദേഹം എഴുതുന്നു, പിന്നെ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? വേദപുസ്തകത്തിലെ വാക്യവാ. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തു,
പിന്നെ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? അതേ വാചകം. ആകാത്ത കാര്യങ്ങൾ നോക്കാതിരിപ്പാൻ, മ്ലേച്ഛതകളെ കാണാതിരിപ്പാൻ, ആ സൗന്ദര്യത്തിൽ ലയിക്കാതിരിപ്പാൻ, ലോകത്തിൻ്റെതായ മോഹങ്ങളെ താലോലിക്കുവാൻ നമ്മുടെ കണ്ണുകൾ വിട്ടുകൊടുക്കരുത്, നമ്മുടെ കൈകാലുകൾ വിട്ടുകൊടുക്കരുത്. ഒരു പെഗ് അടിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കരുത്. സമ്പൂർണമായ സമർപ്പണം, അതാണ് നമ്മുടെ സമാധാനത്തിനുള്ള മാർഗം. നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. മൂന്നാമത്തെ ബൈബിൾ വാക്യം, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആർക്കാണ് ദൈവസമാധാനം? ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്. 2, പരിപൂർണമായി നമ്മെ സമർപ്പിക്കുന്നവർക്ക്. 3, 1 പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 2:20. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. നമ്മുടെ ചിന്ത എന്താ? പ്രസാദം അല്ലേ? ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇവിടെ പറയുന്നു, നീ കുറ്റം ചെയ്തിട്ട് അടികൊണ്ടാൽ. ഇപ്പൊ കഴിഞ്ഞിടെ ഒരു പെൺകുട്ടി 6 വയസ്സുകാരിയെ ക്രൂരമായി കൊന്ന ആ കൊലപാതകിയെ കോടതി വെറുതെ വിട്ടു. പത്രം വായിച്ച ഞാനും നിങ്ങളുടെയും പ്രതികരണം എന്തായിരുന്നു? ഏതായാലും അവൻ നിരപരാധിയാണല്ലോ. ആണോ? ഞാൻ വായിച്ചിട്ട് വൈഫിനോട് പറഞ്ഞു, വധശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു അല്ലേ? കാരണം അവൻ കുറ്റം ചെയ്തിട്ട് കൊള്ളേണ്ടി വന്നാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ അത് ദൈവത്തിന് പ്രസാദം. നിരപരാധിയാണെങ്കിലും നമ്മളെ കുറ്റാരോപിതനാക്കി തീർത്ത് നമ്മളെ ശിക്ഷിക്കേണ്ടി വന്നാൽ നമ്മൾക്ക് സ്വർഗരാജ്യത്തിൽ നന്മ ലഭിക്കും അല്ലേ? നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല, പക്ഷേ പഴിയും ദുഷിയും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. ദൈവം നമ്മിൽ പ്രസാദിക്കും. അത് ദൈവത്തിന് പ്രസാദം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുറ്റം ചെയ്യരുത്, നന്മ ചെയ്യുക, കഷ്ടം സഹിക്കുക. നന്മ ചെയ്യണം. ഈ ലോകത്ത് എപ്പോഴാണ് മരിക്കുക നമുക്കറിയാം. ഇപ്പം ഞാൻ അടക്കം കഴിഞ്ഞ് വരിക. 2 അടക്കം ഇന്നുണ്ടായിരുന്നു. ഒന്ന് കടനാങ്കുഴിയിൽ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ കൈപ്പെട്ടു വെച്ച് ശുശ്രൂഷകനായിരുന്നു. മദ്യപിച്ചു വന്ന വണ്ടി ഇടിച്ച് മരിച്ചു. എൻ്റെ ഭാര്യ വീട് എൻ്റെ ഇടവക്കാരിയാണ്. ഭാര്യ കുന്നം, 35 വയസ്സ്, ഒരു കുഞ്ഞ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന പുന്നമൂട് പള്ളിയുടെ ട്രസ്റ്റി ഇന്നലെ രാവിലെ മരിച്ചു. മകളെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിനൊരു വല്ലായ്മ വന്നു. സ്കൂട്ടർ നിർത്തി. അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ ഇന്ന് അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല മനുഷ്യനായിരുന്നു, നന്മ ചെയ്തവനായിരുന്നു. എൻ്റെ കൂടെ 2 ടേണിരുന്ന ട്രസ്റ്റി ആയിട്ട്. പ്രിയമുള്ളവരെ, എപ്പോഴാ മരിക്കാൻ നമുക്കറിയില്ല അല്ലേ? ചെറുപ്പക്കാരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുക ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം. എപ്പോഴാ മരിക്കുന്ന അറിയാമല്ല. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞിടെയൊക്കെ കേൾക്കുന്നൊരു പാട്ടെന്താ അറിയാമോ? എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഡ്രം സെറ്റർ മേടിച്ച പാട്ടൊന്നുമല്ല, ശോകമുഖമായ പാട്ടുകളാണ് ഞാൻ കേൾക്കാറുള്ളത്. ഞാൻ വണ്ടിയെ പോകുമ്പോൾ സമയാൻ്റെ അത് ഇടുന്നോണ്ടേ വൈഫ് അത് ഒറ്റ ഓഫാക്കും. അത് ഒരു ജോലിയില്ല, പേടിയാ, പിള്ളേർക്കും പേടിയാ. എനിക്ക് വലിയ ഇഷ്ടം സമയാം പാടട്ടെ വേണ്ട സമയാൻ്റെ ഞാൻ കേൾക്കുന്ന പാട്ട് ഈയിടെയായിട്ട് എന്തോ അറിയാമോ? വൈദികരുടെ ശവസംസ്കാരത്തിലൊരു പാട്ടാ.
മായകളുടെ പിമ്പേ പോയി ഞാൻ മൂഢത മൂലം. വൈദികരുടെ ശവസംസ്കാരത്തിലൊരു പാട്ടാണ്. അതായത് ശവപ്പെട്ടിൽ കിടക്കുന്ന ആള് പാടുകയാ, മായകളുടെ പിമ്പേ പോയി ഞാൻ മൂഢത മൂലം. അയ്യോ എൻ്റെ ദൈവമേ, മരണം എത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലേ. ഞാൻ മായകളുടെ പിന്നാലെയാണല്ലോ എൻ്റെ മൂഢത കൊണ്ട് പോയത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ മേലായിരുന്നല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ. വ്യാകുലപ്പെടുകയാണ്. അടുത്ത പറയുന്നു, ഞാൻ കണ്ടവയെല്ലാം ശാശ്വതമെന്ന് അഭിമാനിച്ചു. ഞാൻ കണ്ടതും കേട്ടതും ആർജിച്ചതും അനുഭവിച്ചതുമെല്ലാം നശ്വരമാണ്, അനശ്വരമാണെന്ന് കരുതി, ശാശ്വതമാണെന്ന് കരുതി. പിന്നെ പറയാ, യൗവന മോഹത്താൽ ഞാൻ അവയിൽ തൽപരനാകേ. യൗവനത്തിൻ്റെ തിളപ്പില് ഞാൻ അവയൊക്കെ ആസ്വദിച്ച് മുന്നേറുമ്പോൾ ഹാ മരണം വന്നോ, ഹാ മരണം വന്നോ. ബാക്കി ഹാ മരണം വന്നു, ബാക്കി പോട്ടെ. ഹാ മരണം വന്നു മോദപ്പോ ഹന്തകവർന്നു. ഹാ മരണം വന്നു മോദപ്പോ ഹന്തകവർന്നു. എല്ലാം കൊണ്ടുപോയി, മരണം വന്നുപോയി. മരണം എപ്പോഴാണ് വരുന്ന നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോഴാ സുപ്രസാദ കാലം അല്ലേ. ഒരു ഭക്തനായ മനുഷ്യൻ പറയുകയുണ്ടായി, യെസ്റ്റർഡേ ഈസ് ഗോൺ, ഇന്നലെ കഴിഞ്ഞു പോയി. ടുമോറോ ഈസ് നോട്ട് യുവേഴ്സ്, നാളത്തെ ദിവസം നിന്റെ വകയല്ല. ബട്ട് ടുഡേ ദിസ് മൊമെന്റ് ഈസ് യുവേഴ്സ്, ഈ നിമിഷം നിന്റെ വകയാ. ഇപ്പോ നാളത്തെ ദിവസം നമുക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. എപ്പോഴാ മരിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് യേശുവേ എന്ന് ഹൃദയംഗമായി ഒന്ന് പ്രാർത്ഥിക്കണം, മുട്ടുകുത്തണം. കർത്താവേ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, കുറവുകൾ പൊറുക്കണേ. നിരപ്പാകേണ്ടവരോട് നിരപ്പാവണം. വീർത്ത മുഖമായിട്ട് വരരുത് പള്ളിയിൽ. ഹാപ്പി ആയിരിക്കണം, നല്ല സുസ്മേരവതരായിരിക്കണം അല്ലേ. ഒന്ന് ചിരിച്ചേ എല്ലാവരും, ചിരിയില്ലേ? നല്ല സുസ്മേരവത, എപ്പോഴും ഹാപ്പി ആയിരിക്കണം അല്ലേ. എനിക്കിഷ്ടമല്ല, ഞാൻ തമാശ പറയും. എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി, എൻ്റെ 2 കുഞ്ഞുങ്ങളെ അടുത്തും മതി, ഇപ്പം അങ്ങോട്ട് ചെന്നുമ്പോൾ അടുത്തും വലത്തും വന്നിരിക്കും. തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഭാര്യ അവിടെ ഇരിക്കും. ഞാനീ തമാശ പറയാൻ ബഹുമെടുക്കനാ. തമാശയൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ച് പിരിക്കുക എൻ്റെ ഒരു ഹോബിയാണത്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 24 വയസ്സ് കഴിഞ്ഞ് കേട്ടോ, മൂത്ത മോക്ക്. ഇളയ മോക്ക് 18-20 വയസ്സാകാൻ പോകുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടും അവർ വന്നിരുന്ന് അങ്ങനെ തമാശ കേട്ടോണ്ടിരിക്കും. ഫാമിലിയായിട്ട് പൊട്ടിച്ചിരിക്കണം, തന്നെ പൊട്ടിച്ചിരിക്കരുത്. തന്നെ ചിരിച്ചാൽ ഞാൻ പിടിച്ചുകൊണ്ടങ്ങ് പോകും. ഒറ്റയ്ക്ക് പൊട്ടിച്ചിരിക്കരുത് കേട്ടോ, ഒറ്റയ്ക്ക് തമാശയും പറയരുത്. ഈ ഇടവക്കാരുണ്ട് അവിടെ, എൻ്റെ ഓർഫണേജിൽ ദാനപ്പൻ ചേട്ടനുണ്ട് അവിടെ. പിന്നെ ഒരു ലേഡിയെ ഞാനോട് പണ്ട് വൈ തോമസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ആരോഗ്യമുണ്ട്, റോസമ്മയാണ്, നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഈ ഇടവകയിൽ നിന്ന് 2 പേരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലും നമ്മുടെ അന്തേവാസികൾ 112 പേരുണ്ട്, 100 അത്രയും പേരുണ്ട്. അവരുടെ കൂട്ടി നിന്ന് സംസാരിക്കും. ഉള്ള സമയം നന്മ ചെയ്യുക, ഉള്ള സമയം കർത്താവിന് വേണ്ടി ജീവിക്കുക, നന്മ ചെയ്യണം. കഴിഞ്ഞ ഞാൻ മുംബൈയിൽ പോയപ്പോൾ എന്നെ ഒരു അപ്പച്ചൻ പഠിപ്പിച്ചെന്നറിയാം. അച്ചോ,
കൂടുതലൊന്നും കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ കൂടുതൽ കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അച്ചോ, ബി ഗുഡ് ഡു ഗുഡ്. എന്താ ബി ഗുഡ് ഒന്ന് പറഞ്ഞേ. ബി ഗുഡ് എന്താ? ബി ഗുഡ് നല്ലതായിരിക്കണം. ഡു ഗുഡ് നല്ലത് ചെയ്യണം, അല്ലേ? ബി ഗുഡ് ഡു ഗുഡ്. വീട്ടിൽ പോയി പറയണം കുഞ്ഞുങ്ങൾ, കേട്ടോ. പപ്പയോടും മമ്മിയോടും പറയണം, ഇന്ന് ഞാൻ കേട്ടത് ബി ഗുഡ് ഡു ഗുഡ്. ഒരു വാക്കായിരിക്കാം, ഒരു വാചകമായിരിക്കാം നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. നന്മ ചെയ്യണം. നന്മയൊക്കെ ചെയ്യുന്ന ആരാധനയുടെ ഭാഗമാ പ്രിയമുള്ളവരെ. നമ്മുടെ പിതാവായ സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ, സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ്, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിച്ചു. ഒരിക്കൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കടന്നു വരിക. കുർബാനയുടെ പകുതി ഭാഗത്ത് അദ്ദേഹം ഇറങ്ങി താഴെ വന്നു. എന്നിട്ട് വിശ്വാസികളോടായിട്ട് പറയുകയാണ്, ഈ കുർബാന, ഈ ദിവ്യബലി പൂർണ്ണമാകണമെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് ധാരാളം യാചകരെയും കണ്ണില്ലാത്തവരെയും കാലില്ലാത്തവരെയും മുടന്തന്മാരെയും അംഗഹീനന്മാരെയും ഒക്കെ കണ്ടു. നിങ്ങളെല്ലാം പോയി അവരെ സഹായിച്ചിട്ട് വരുവീൻ. എങ്കിൽ മാത്രമേ ആരാധന പൂർണ്ണമാകത്തുള്ളൂ. നാം കഴിക്കുന്ന ആരാധന പൂർണ്ണമാകണമെങ്കിൽ എന്തോ ചെയ്യണം? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കണം, അർഹതപ്പെട്ടവർ കൊടുക്കണം, പൂഴ്ത്തിവെക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യണം, കൊടുക്കണം, സഹായിക്കണം. തുറന്ന മനസ്സോടെ നന്മ ചെയ്യുക, അത് ദൈവത്തിന് പ്രസാദം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. തലകളെ വണക്കാം. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, അങ്ങയുടെ ശ്രേഷ്ഠമായ വചനം കേൾക്കുവാൻ, കാതോർക്കുവാൻ, ഹൃദയസ്ഥമാക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്കൊരവസരം കൂടി തന്നല്ലോ. ദൈവപ്രസാദാത്മകമായ ജീവിതങ്ങൾക്ക് സമാധാനത്തെ നൽകുന്നവനാണല്ലോ അങ്ങ്. ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ഏത് എന്ന് ചോദിച്ചപ്പോൾ അവനയച്ചവനിൽ വിശ്വസിക്കാത്രേ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാൻ, വിശ്വാസത്തെ ഉയർത്തിക്കാണിക്കുവാൻ, വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവേ, ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ദൈവത്തിന് യാഗമാക്കി തീർക്കുവാൻ, സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യുവാൻ, കഷ്ടം സഹിപ്പാൻ, അതിലൂടെ ദൈവപ്രസാദം നേടുവാൻ, സമാധാനം ആർജിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അച്ഛന്മാരെ, കടന്നു വന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകണമേ. ദുഃഖത്തിലും വിലാപത്തിലും കഴിയുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. വിദേശങ്ങൾ ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ ഇത്തരണത്തിൽ ഒരു നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഹാഗാറിനെ മരുഭൂമിയിൽ സംരക്ഷിച്ച ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഇരിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഒരുക്കണമേ. ആരും മണ്ടരായി പോകരുതേ. എല്ലാവർക്കും നല്ല ഭാവി കൊടുക്കണേ. കർത്താവേ, നീ അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കി തരുന്ന ദൈവമാണല്ലോ. ഈ കുഞ്ഞുങ്ങൾക്ക് നീ ബുദ്ധി കൊടുക്കണേ കർത്താവേ. ഐശ്വര്യം കൊടുക്കണേ കർത്താവേ. അനുസരണത്തിലും ഭക്തിയിലും കുഞ്ഞുങ്ങൾ വളർന്നു വരണേ കർത്താവേ. പാടുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാർ നഷ്ടപ്പെട്ടു പോകരുതേ. യൗവനത്തിൽ സ്രഷ്ടാവരെ ഓർക്കുവാൻ സഹായിക്കണമേ. മനവും മഹത്വം അങ്ങെടുക്കണേ. സർവ്വം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്കിങ്ങനൊരു അവസരം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. മുഖാന്തരം ഒരുക്കിയ വന്യനായ സോളു അച്ഛൻ, സന്തോഷച്ചൻ, ജിയോണച്ചൻ, ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാവരുടെയും, ട്രസ്റ്റി സെക്രട്ടറി, മാനേജ് കമ്മിറ്റി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.